പ്രിയപ്പെട്ട ജനാധിപത്യ വിശ്വാസികളെ, ജനാധിപത്യത്തിന്റെ വലിയൊരു പൂരക്കാലം വന്നെത്തിയിരിക്കുന്നു. ഓർക്കുക, വോട്ട് എന്നത് വിരലിൽ പുരട്ടുന്ന വെറും ഒരു മഷി അടയാളമല്ല, അത് നമ്മുടെ നാടിന്റെ വിധി എഴുതാനുള്ള വജ്രായുധമാണ്. അധികാരത്തിന്റെ കസേരകളിലേക്ക് ആര് കയറണമെന്ന് നമ്മുടെ നാടിന്റെ ഹൃദയമിടിപ്പ് നിശ്ചയിക്കുന്ന ദിവസമാണ്. നമ്മുടെ വാർഡുകൾ, നമ്മുടെ പഞ്ചായത്ത്, നമ്മുടെ നഗരസഭ, ഇവിടെ ആര് ഭരിക്കണമെന്ന് തീരുമാനിക്കുന്നത് രാജാക്കന്മാരല്ല, നമ്മളാണ്. ഈ നാട്ടിലെ സാധാരണക്കാരാണ്. ഇന്ന് ഇന്ത്യയും കേരളവും ഉറ്റുനോക്കുന്നത് നിങ്ങളിലേക്കാണ്. ചുറ്റുമൊന്ന് കണ്ണോടിക്കൂ. വിശ്വാസങ്ങളെ തമ്മിൽ അടുപ്പിക്കുന്ന വർഗീയ വിഷം ഒരു വശത്ത്, എതിർക്കുന്നവരെ വെട്ടിവീഴ്ത്തുന്ന അക്രമ രാഷ്ട്രീയം മറുവശത്ത്, അഴിമതിയും സ്വജനപക്ഷപാതവും കൊണ്ട് നാടിനെ മുരടിപ്പിക്കുന്നവർ ചിലർ വേറെയും. ഇതാണോ നമുക്ക് വേണ്ടത്? അല്ല, ഒരിക്കലുമല്ല. ഈ വരുന്ന തിരഞ്ഞെടുപ്പ് ഇതിനെല്ലാമുള്ള മറുപടിയാകണം. നമ്മുടെ വിരൽത്തുമ്പിലെ മഷി നാടിന്റെ വികസനത്തിനുള്ള ഒപ്പായി മാറണം. നമുക്ക് വേണ്ടത് കൊടികൾ മാത്രം പിടിക്കുന്നവരെയല്ല, പകരം വേണ്ടത് ദീർഘവീക്ഷണമുള്ളവരെയാണ്, നാടിനെ കൈത്താങ്ങുന്നവരെയാണ്. റോഡും പാലവും മാത്രമല്ല വികസനം, മനുഷ്യന് സമാധാനമായി ജീവിക്കാൻ കഴിയണം. അഴിമതിയുടെ കറപുരളാത്ത കൈകളുള്ളവർ അടുത്ത 5 വർഷത്തേക്ക് മാത്രമല്ല, അടുത്ത തലമുറയ്ക്ക് വേണ്ടി കൂടി ചിന്തിക്കുന്ന ദീർഘവീക്ഷണമുള്ളവർ, അവരാകണം നമ്മുടെ ജനപ്രതിനിധികൾ. ജാതി ചോദിക്കാത്ത, മതം നോക്കാത്ത, വികസനം മാത്രം മന്ത്രമാക്കിയ മനുഷ്യരെ നമുക്ക് വിജയിപ്പിക്കാം. നമ്മുടെ മക്കൾക്ക് തൊഴിലും നാടിന് സമാധാനവും ഉറപ്പുവരുത്തുന്നവരെയാണ് നാം തിരഞ്ഞെടുക്കേണ്ടത്. നാടിന്റെ വികസനം മാത്രം സ്വപ്നം കാണുന്ന, കൃത്യമായ പ്ലാനിങ്ങും കാഴ്ചപ്പാടുമുള്ള യഥാർത്ഥ ജനനായകരെയാണ് നമുക്ക് ആവശ്യം. അതുകൊണ്ട് അടുത്ത ദിവസം നിങ്ങൾ പോളിംഗ് ബൂത്തിലേക്ക് പോകുമ്പോൾ നിങ്ങളുടെ മനസാക്ഷിയോട് ചോദിക്കുക, ആരാണ് എൻ്റെ നാടിനെ സ്നേഹിക്കുന്നത്? ആരാണ് മാറ്റങ്ങൾ കൊണ്ടുവരുന്നത്? ജാതിക്കും മതത്തിനും രാഷ്ട്രീയത്തിനും അപ്പുറം നന്മയുള്ള മനുഷ്യർക്ക് വോട്ട് ചെയ്യുക. വികസനത്തിന് വോട്ട് ചെയ്യാം, വിവേകത്തോടെ വോട്ട് ചെയ്യാം. നമ്മുടെ നാടിന്റെ ഭാവി ഇനി നമ്മുടെ കൈകളിലാണ്. ജയ് ഹിന്ദ്.